പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടഞ്ചിറപ്പടിക്കലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പുതുപ്പള്ളി പഞ്ചായത്തിന് മുന്നിൽ കൂടെ കിടക്കുന്ന റോഡാണ്. ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ഈ റോഡിൽ ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള പഞ്ചായത്തിൻ്റെ ഉത്തരവ് വന്നത്. റോഡിൻ്റെ പണിക്ക് വേണ്ടിയാണ് ഈ ഗതാഗതം നിരോധിച്ചത്. ഇന്ന് 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇതിൻ്റെ പണി എന്ന് പറയുന്നത് ഒച്ചിഴയുന്ന പോലെയാണ്. കാരണം അടിയന്തര പ്രാധാന്യമുള്ളൊരു വഴിയാണ്. കാരണം പുതുപ്പള്ളി കവലയിൽ ഇപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും ഗതാഗതക്കുരുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി വരെ വാഹനങ്ങൾ ഈ വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൻ്റെ പണി എന്ന് പറയുന്നത് അതിഭയങ്കരമായ താമസമാണ്. ഇപ്പം 3 മാസമായി. ഇനിയിപ്പോൾ ഇതൊരു 3 മാസം കൂടെ കഴിഞ്ഞാൽ തീരുമെന്ന് അറിയത്തില്ല. നമുക്ക് ഈ റോഡിലെ കാഴ്ചകളൊന്ന് കാണാം. ഇത് പുതുപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടുന്ന് കുട്ടഞ്ചിറപ്പടി വരെ ഏകദേശം 200 മീറ്ററുള്ള റോഡാണ്. ഇപ്പം 3 മാസം പിന്നിട്ടിരിക്കുകയാണ് ഈ റോഡ് പണിക്കായിട്ട് ക്ലോസ് ചെയ്തിട്ട്. ഒരു വാഹനങ്ങളും ഇതിലെ കടന്നു പോകാൻ പറ്റാത്ത വിധമാണ് ഇപ്പോൾ പണി നടക്കുന്നത്. ഈ റോഡ് പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് പിന്നീട് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വന്ന് നോക്കിയപ്പോഴത്തേന് ഇതിലെ ടോറസ് ഒക്കെ ഓടുന്നതായതുകൊണ്ട് ഇതിന് ബലപ്പെടുത്തണമെന്നും പറഞ്ഞ് ഇത് റിവിഷന് പോയി. അതിനുശേഷം പിന്നീട് അനുമതി വന്ന് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തണമെന്ന് വന്ന് അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പണി ഏറെക്കുറെ പൂർത്തിയാകാറായി. ഇനിയിപ്പം റോഡിൻ്റെ സൈഡ് മണ്ണടിച്ച് ഫില്ല് ചെയ്താൽ മതി. ഇതാണ് നേരത്തെ അവസ്ഥ. ഇതൊരു 1 മാസം മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ്. ആകപ്പാടെ ഈ റോഡിൻ്റെ നിലയ്ക്കപ്പള്ളി മുതൽ കുട്ടഞ്ചിറപ്പടി വരെ 360 മീറ്ററാണ് ഇതിൻ്റെ നീളം. അതിൽ 160 മീറ്റർ പഞ്ചായത്ത് പൈസ മുടക്കി തനത് ഫണ്ടിൽ നിന്ന് അത് നിർമ്മിച്ചു. ബാക്കി ഈ ഒരു 200 മീറ്ററാണ്. ഇതിൻ്റെ നിർമ്മാണ ചെലവ് 40 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഒച്ചിഴയുന്ന വേഗത്തിലാണ് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വാഹനങ്ങളും അത്യാവശ്യം ഇതിൻ്റെ പണി ഇടയ്ക്കെല്ലാം നിർത്തിവെക്കുന്നുണ്ട്. ആ സമയത്ത് പോലും ഒരു വാഹനങ്ങൾ ഇതിലെ പോകാൻ പറ്റാത്ത വിധം റോഡ് ബ്ലോക്കാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഒരു 3 മാസം കൂടി എടുക്കുമെന്ന് തോന്നുന്നു ഇതിൻ്റെ പണി തീരാൻ വേണ്ടി. ആ ഒരു അവസ്ഥയിലാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരു ചെറുവണ്ടി പോലും പോകാൻ പറ്റാത്ത വിധത്തിലാണ് ഇപ്പം പണി നടക്കുന്നത്. ഒരു 2 വീലർ മാത്രം ബുദ്ധിമുട്ടി കടന്നു പോരും, അത്രമാത്രം.